ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചർച്ച ചെയ്ത ധാരാളം ഗുണങ്ങളുണ്ട്. അവയെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഗുണങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഈ ഗുണങ്ങളുടെ എല്ലാം സമ്പൂർണമായും അത് ഉൾച്ചേർന്ന ഒരു വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അതിൻ്റെ ഏറ്റവും പൂർണ്ണവും പ്രകടവുമായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, അനുഭവിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വമാണ് പ്രവാചകൻ്റേത്. അതിനാൽ ആ പ്രവാചകൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ, പ്രവാചകരെ താങ്കൾ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, യുഹ്ബിബുക്കുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും, വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ഉയരെടുക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത്, എനിക്കെങ്ങനെ പ്രവാചകനെ പോലെ ആകാൻ സാധിക്കും? സാധാരണഗതിയിൽ നമ്മളിത് പലപ്പോഴും കേൾക്കുന്നുണ്ട്, ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് നമ്മളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രവാചകനെ പോലെ ആവുക എന്നത് പലപ്പോഴും നമ്മുടെ ചിന്തയിലുള്ള ഒരു സംഗതിയാണ്. പല രൂപത്തിലാണ് ആളുകൾ അതിനെ സമീപിക്കാറ്. പക്ഷേ വിശുദ്ധ ഖുർആൻ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി, അതാണ് പ്രവാചകൻ്റെ സ്വഭാവത്തെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അതിങ്ങനെയാണ്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, സൂറത്ത് അൽ ഖലമിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാണ് താങ്കൾ. അപ്പോൾ പ്രവാചകൻ്റെ അത്ര സമഗ്രമായ ആ സൽസ്വഭാവത്തിൻ്റെ ഉടമയായ പ്രവാചകനെ നമ്മൾ ആ സൽസ്വഭാവത്തിൽ നിന്ന് കൊളുത്തിയെടുക്കുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു രൂപകൽപ്പന ചെയ്യുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനിക്കുകയും ചെയ്ത ഏറ്റവും ഉത്തമമായ മര്യാദകളാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിലും മാതൃകയാക്കാൻ പറ്റിയ ഏതൊക്കെ ഗുണങ്ങൾ, എന്തെല്ലാം പാഠങ്ങൾ, എന്തെല്ലാം വളരെ വിശദമായിട്ടുള്ള സ്വഭാവചര്യകൾ പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുക എന്നതാണ് പ്രവാചകനെ പിൻപറ്റണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അഥവാ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ വലിയ പ്രതിഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അത്തരം പല ഗുണങ്ങളുമുണ്ട്. പക്ഷേ ആ ഗുണങ്ങൾ ഏതെങ്കിലും ഈ പറഞ്ഞ രൂപത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണമാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ പ്രാവർത്തികമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചേർക്കപ്പെടാതെയാണ് നമ്മളത് പലപ്പോഴും പിന്തുടർന്നു പോരാറ്. നമുക്കിപ്പോൾ നോക്കൂ, ഇതുവരെ ഈ പ്രഭാഷണ പരമ്പരയിൽ നമ്മൾ പറഞ്ഞ ധാരാളം ഗുണങ്ങൾ, മുഹ്സിൻ, സാബിരീങ്ങൾ, മുഹ്സിനുകൾ, സിദ്ദീഖീങ്ങൾ, അതുപോലെ തന്നെ ധാരാളം കഴിഞ്ഞ 27 ദിവസമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ഗുണങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ പ്രവാചകൻ്റെ ആ സുന്നത്തിനെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗവും അതുതന്നെയാണ്. നമുക്ക് വാസ്തവത്തിൽ ഈ ഒരു മാതൃക നമ്മൾ പിൻപറ്റണമെന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ചു തന്നെയാണ്, പക്ഷേ ആ ചോദ്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കണം. അതായത് യഥാർത്ഥത്തിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആകാൻ കഴിയുമോ? ഉദാഹരണത്തിന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പ്രവാചകൻ്റെ സ്വഭാവം? അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അതിന് കൊടുത്ത മറുപടി കാന ഖുലുഖുൽ ഖുർആൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ ഏത് രൂപത്തിലാണോ ജീവിച്ച് കാണിക്കണമെന്ന് പറഞ്ഞത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അപ്പോൾ പ്രവാചകൻ്റെ ഒരു വശം നമ്മളെടുത്താൽ, ആരാധനകൾ നമ്മളെടുത്താൽ, ആ ആരാധനകളിൽ പ്രവാചകനെ പോലെ നമുക്കാകാൻ സാധിക്കുമോ? പലപ്പോഴും ആകാൻ സാധിച്ചോളണമെന്നില്ല. കാരണം ധാരാളമായിട്ട് നിന്ന് നമസ്കരിക്കുകയും ധാരാളമായിട്ട് പകൽ നോമ്പനുഷ്ഠിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ധാരാളമായിട്ട് മാതൃകകൾ കാണിച്ചു വരികയും ചെയ്ത പ്രവാചകൻ, കാരുണ്യം, ദയ, ഔദാര്യം, സ്ഥിരോത്സാഹം തുടങ്ങി നമ്മളിപ്പോൾ ഇതുവരെ പരാമർശിച്ച എത്ര തന്നെ ഗുണങ്ങളെ എടുത്തു പറഞ്ഞാലും അവയൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച അത്ര ഉന്നതമായ അതേ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് അള്ളാഹു നേരത്തെ പറഞ്ഞ സൂക്തം, നമ്മൾ ഈ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ ഖുർആനിക സൂക്തം, അതിൽ അള്ളാഹു പറയുന്നത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും, വല്ലാഹു ഗഫൂറുർ റഹീം. അപ്പോൾ പാപങ്ങൾ പുറത്തു തരും എന്ന് പറയുന്ന പ്രവാചകൻ്റെ മാതൃക നിങ്ങൾ പിൻപറ്റിയാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ, പോരായ്മകൾ പുറത്തു തരും എന്ന് പറയുമ്പോൾ നമ്മൾ പരിശ്രമിക്കുന്നു എന്നത് മാത്രം മതിയാകും അള്ളാഹുവിന്. ആ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ പോരായ്മകൾ വന്നേക്കാം. നമ്മൾ ഓരോരുത്തരും എത്ര തന്നെ ശ്രമിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ജീവിതം പോലെ നമ്മുടെ ജീവിതം മാറ്റി മറിക്കാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചോളണമെന്നില്ല. അതിൻ്റെ ഒരു പക്ഷേ എന്നല്ല, പൂർണ്ണമായിട്ടും നമുക്കൊരിക്കലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആകാൻ നമ്മൾ പരിശ്രമിക്കുകയും ആത്മാർത്ഥമായി നമ്മുടെ നിയ്യത്ത് അതാവുകയും ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് പോരായ്മകളുണ്ടാകാം. ആ പോരായ്മകൾ അള്ളാഹു പുറത്തു തരും എന്നതാണ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു പാപങ്ങൾ മറച്ചു വെക്കുന്നവൻ, റഹീം പ്രത്യേകമായി കരുണ കാണിക്കുന്നവൻ. അവിശ്വസനീയമായ രൂപത്തിൽ കരുണ കാണിക്കുക, സ്നേഹവും പരിഗണനയും തരിക, അതാണ് റഹീം. അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയുടെ പൂർണ്ണതയിൽ നമ്മൾ എത്തിച്ചേരില്ലെങ്കിലും ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുന്നു എന്ന വസ്തുതയെ അത് തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കുന്നു. അതുപോലും നമുക്ക് വലിയ പ്രതിഫലം നൽകുന്ന ഒന്നാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും അതെത്ര ചെറുതാണെങ്കിലും നമ്മൾ നിസ്സാരമായി കാണരുത്. എന്നാൽ നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിൽ പറഞ്ഞ വലിയ വലിയ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവാചകനെ പോലെ ആകാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഓരോ പരിശ്രമവും അത് അള്ളാഹു നമ്മെ സ്നേഹിക്കാൻ മതിയായ കാരണമാണ്. യുഹ്ബബുക്കുമുല്ലാഹ്, അവൻ നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പോരായ്മകൾ, ആ വിഷയത്തിലുള്ള എല്ലാ പോരായ്മകളും പുറത്തു തരികയും ചെയ്യും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും അദ്ദേഹത്തെ പോലെ ആകാൻ പരിശ്രമിക്കുകയും അങ്ങനെ നാളെ പരലോകത്ത് സ്വർഗ്ഗത്തോപ്പുകളിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മറ്റ് പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.